നമസ്കാരം, രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പതിവ് പോലെ ഈ ക്ലാസ്സിലും മുൻവർഷ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രി ഈസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഏത് ഡിഗ്രിയാണ് നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇവിടെ മോസ്റ്റ് ലിറ്ററേറ്റ് എന്ന് വന്നപ്പോൾ എന്ത് മനസ്സിലായി? ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഏത് ഡിഗ്രിയും രണ്ട് രീതിയിൽ വരാം, രണ്ട് തരത്തിലുള്ള സെന്റൻസിൽ വരാം. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഏത് ഡിഗ്രിയിലുള്ള സെന്റൻസിനെയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസിനെയാണ്. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള സെന്റൻസ് എങ്ങനെയൊക്കെ വരാം? ഒന്നുകിൽ വൺ ഓഫ് ദ ചേർത്തും വരാം, അല്ലെങ്കിൽ വൺ ഓഫ് ദ എന്ന് പറഞ്ഞ് ചേരാതെയും വരാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്നും പറഞ്ഞുള്ള വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനനുസരിച്ചുള്ള പോസിറ്റീവ് ഡിഗ്രിയാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്. അതുപോലെ തന്നെ വൺ ഓഫ് വരാതെയുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കും അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വൺ ഓഫ് എന്ന് പറഞ്ഞ് ചേർന്ന് വന്നിരുന്നുവെങ്കിൽ അതിന്റെ പോസിറ്റീവ് ഡിഗ്രിയുള്ള സെന്റൻസ് എങ്ങനെയായിരിക്കണം തുടങ്ങേണ്ടത്? ഫ്യൂവിലോ വെരി ഫ്യൂവിലോ ആണ് തുടങ്ങേണ്ടത്. എന്നാൽ വൺ ഓഫ് ഇല്ലാതെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഡിഗ്രി ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള സെന്റൻസിലായിരിക്കണം തുടങ്ങേണ്ടത്? നോ അതർ എന്നും പറഞ്ഞുകൊണ്ടായിരിക്കണം തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, വൺ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഫ്യൂവോ വെരി ഫ്യൂവോ എഴുതാം. എന്നാൽ ഇവിടെ വൺ ഓഫ് ഉണ്ടോ? ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? വൺ ഓഫ് ഇല്ലാത്ത ഈ പറയുന്ന സംഭവമേ ഉള്ളൂ. അപ്പൊ അതിന് വരേണ്ടത് എങ്ങനെയുള്ള പോസിറ്റീവ് ഡിഗ്രിയാണ്? നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ട പോസിറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്ന ഏതാണ്? ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി ആണ്. ഇനി നോക്കാം, ഇത് പോസിറ്റീവ് ഡിഗ്രി തന്നെയാണോ എന്ന് നോക്കാം. നമ്മൾ എളുപ്പ വഴിയാണ് മനസ്സിലാക്കിയത്. ഈ തന്നിരിക്കുന്നത് പോസിറ്റീവ് ഡിഗ്രി ആണോ നോക്കണമല്ലോ. ആ നോക്കേണ്ടത് എവിടെയാണ്? അഡ്ജക്റ്റീവ്സിനെയാണ്. ഇവിടെ തന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് ലിറ്ററേറ്റ് ആണ്. ഈ ലിറ്ററേറ്റ് ഏത് ഡിഗ്രിയിലാണ് കിടക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവിടെ ലിറ്ററേറ്റ് എന്നാണല്ലോ കിടക്കുന്നത്, അപ്പൊ ഇത് പോസിറ്റീവ് ഡിഗ്രി അല്ലേ എന്ന് ചോദിക്കും. അല്ല. കാരണം എന്താ? ഇതിന്റെ കൂടെ ആരും ഉണ്ട്? മോസ്റ്റ് എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ മോസ്റ്റ് വന്നു കഴിഞ്ഞാൽ, മോസ്റ്റ് ഏതെങ്കിലും ഒരു അഡ്ജക്റ്റിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഡിഗ്രിയായി മാറും? സൂപ്പർലേറ്റീവ് ഡിഗ്രിയായി മാറും. എന്നാൽ ഈ പറയുന്ന ലിറ്ററേറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റിന്റെ കൂടെ മോസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഏത് ഡിഗ്രിയാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇതിനെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനാണ്. ഓക്കെ, അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിയെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അത് ഒന്നുകിൽ ഫ്യൂവോ വെരി ഫ്യൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും, അല്ലെങ്കിൽ നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ഇനി നമുക്ക് തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി വൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചേർന്ന് വന്നതാണെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എടുക്കേണ്ടതാണ് ഇതൊക്കെ വെരി ഫ്യൂവോ അല്ലെങ്കിൽ ഫ്യൂവോ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഈ പറഞ്ഞ വൺ ഓഫ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? നോ അതർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടതാണ്. ഇവിടെ വൺ ഓഫ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ നോ അതർ സ്റ്റേറ്റ് ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ മെമ്പേഴ്സ് ഡിസ്കസ്ഡ് ഡാഷ് മാറ്റർ എലോബറേറ്റ്ലി. ഇവിടെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എബൌട്ട് കൊടുത്തിട്ടുണ്ട്, ഓഫ് കൊടുത്തിട്ടുണ്ട്, ഫോർ കൊടുത്തിട്ടുണ്ട്, ദ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്കസ് എന്ന് പറയുന്ന വാക്ക് കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രപ്പോസിഷനാണ് ഇത് എബൌട്ട് എന്നുള്ളത്. എന്നാൽ ഇവിടെ എബൌട്ട് അല്ല കറക്റ്റ്. ഡിസ്കസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? എന്തിനെങ്കിലും കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാ ഡിസ്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ കുറിച്ച് എന്നൊരു അർത്ഥം വരുന്നുണ്ട് ഡിസ്കസിൽ തന്നെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളവിടെ എബൌട്ടിന്റെ ആവശ്യമില്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മെമ്പേഴ്സ് ഡിസ്കസ് ചർച്ച ചെയ്തു. എന്ത്? ആ മാറ്റർ എങ്ങനെ? ഇലോബറേറ്റ്ലി, വിപുലമായിട്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ മാറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ആ മാറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് വരേണ്ടത്? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയ ദ ആണ് വരേണ്ടത്. ഓക്കെ, ഈ മാറ്റർ ഇവിടുത്തെ ഡെഫിനറ്റ് ആണ്. എന്താണ് വസ്തുത എന്ന് ആർക്കറിയാം? ഈ മെമ്പേഴ്സിന് അറിയാം. അവർക്ക് തീർച്ചയുള്ള ഒരു വസ്തുതയെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആണ്. അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദ ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഓക്കെ, ദ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഹി ഡാഷ് ദ SLC എക്സാമിനേഷൻ 4 years ago. അപ്പൊ ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ടൈമിംഗ് വേർഡിൽ നോക്കുക. ടൈമിംഗ് വേർഡ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഏതാണ്? എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ്.
ഈ എഗോ എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ ഇവിടെ വരേണ്ട ടെൻസ് വെർബ് ഏതായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ള വെർബ് ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഹാഡ് പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റും ഹാസ് പാസ്റ്റ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റും വുഡ് പാസ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിന്റെ പാസ്റ്റ് ഫോം ആണ്. എന്നാൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് പാസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വെൻ ഹി വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ് ഹി ഡാഷ് ദ പോലീസ്. അതായത് അവൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിയ സമയത്ത് അവൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? പോലീസിനെ എന്തോ ചെയ്തെന്നാണ് പറയുന്നത്. നോക്കാം, ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആക്രമിച്ചു എന്നാണ്, അറ്റാക്ക് ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റാക്ക് എന്നുള്ളതിന്റെ പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ഫ്രേസൽ വെർബ് ഏതായിരിക്കും? ഗോ ഫോർ ആണ്. ഗോ ഫോറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വെന്റ് ഫോർ. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആക്രമിച്ചു എന്നാണ്, അറ്റാക്ഡ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റാക്ഡ് എന്ന് പറയണമെങ്കിൽ ഗോ ഫോർ എന്ന് പറയുന്ന അറ്റാക്ക് എന്ന അർത്ഥമുള്ള ഫ്രേസൽ വെർബിന്റെ പാസ്റ്റ് ടെൻസ് അപ്പൊ എന്തായിരിക്കും? വെന്റ് ഫോർ. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വെന്റ് ഫോർ ആണ്. ഓക്കെ, അപ്പൊ വെൻ ഹി വാസ് അബൌട്ട് ടു ബി അറസ്റ്റഡ് ഹി വെന്റ് ഫോർ ദ പോലീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ടു ഗെറ്റ് എ വിൻഫാൾ മീൻസ്. ടു ഗെറ്റ് എ വിൻഫാൾ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ടു എക്സ്പീരിയൻസ് സോറോ എന്നാണോ? ടു ബി ഇൻ ഡിപ്രഷൻ എന്നാണോ? ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് ഫോർച്യൂൺ എന്നാണോ? ടു ഏൺ എ ബാഡ് നെയിം എന്നാണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു ഗെറ്റ് എ വിൻഫാൾ എന്ന് ചേർത്തുന്നത് അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഏതെങ്കിലും ധനമോ ഭാഗ്യമോ ലഭിക്കുന്നതിന് നമ്മൾ ടു ഗെറ്റ് എ വിൻഫാൾ ടു ഗെറ്റ് എ വിൻഫാൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നു. ഇവിടെ അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്ടഡ് ഫോർച്യൂൺ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബെഞ്ച് അതിന്റെ കാൽ എന്ത് ചെയ്തു? ഒടിഞ്ഞെന്നാ പറയുന്നത്. അങ്ങനെ ഒടിഞ്ഞ കാലുള്ള ആ ബെഞ്ചിനെ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബെഞ്ചിന്റെ കാലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന നോക്കുക. ഹൂ, ഹും, ഹൂസ്, ദം. നമ്മൾ കാണുമ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് റിലേറ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഹൂവും, ഹുമ്മും, ഹൂസും എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ദം ഒരു റിലേറ്റീവ് പ്രൊനൗൺസ് അല്ല, പിന്നെന്താ? ഒരു പ്രൊനൗൺ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്കിവിടെ ഈ 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഹൂ, ഹൂസ്, ഹും. നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹൂസ് എന്ന് പറയുന്ന സംഭവം അല്ലെ, നമുക്ക് വ്യക്തികൾക്കും ഉപയോഗിക്കാം, വസ്തുക്കൾക്കും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റ് എന്താണ്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് വരേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നതാണ് ഹൂസ് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ദ ബെഞ്ച് ഹൂസ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് ഫോറിൻ ഫ്രേസ് ആണ്. നോക്കുക. ദ എക്സ്പ്രഷൻ എൻ മസ് മീൻസ്. എൻ മസ് എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഇൻ എ ബോഡി എന്നാണ്, എന്നുവെച്ചാൽ കൂട്ടമായി എന്നർത്ഥമില്ല. ഓക്കെ, ദ എക്സ്പ്രഷൻ എൻ മാസ് മീൻസ് ഇൻ എ ബോഡി അല്ലെങ്കിൽ എ ഗ്രൂപ്പ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹാവ് സം മോർ കോഫി ഇറ്റ്സ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ്. അപ്പൊ ഹാവ് സം മോർ കോഫി എന്ന് പറയുന്ന സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇതൊരു ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. കാരണം ഇതൊരു ഓഫർ ചെയ്യാണ്. ഓഫറിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഇംപറേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നുകിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നായിരിക്കും. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ എന്തുകൊണ്ട് വന്നിട്ടുണ്ട്? വിൽ യു ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വിൽ യു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഹാവ് സം മോർ കോഫി ഇസ് ക്വസ്റ്റ്യൻ ടാഗ് ഇസ് വിൽ യു എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്താ? വൺ ഓഫ് ദ ഡാഷ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഇവിടെ വാസ് കണ്ടുകൊണ്ട് പലരും എന്ത് ചെയ്യും? സിംഗുലർ ആണല്ലോ, അപ്പൊ ഇവിടെ സിംഗുലർ ഫോം അല്ലേ വരേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ക്രിമിനൽ എന്നുള്ള സംഭവം എടുത്തെഴുതി വെക്കും. എന്നാൽ അങ്ങനെയല്ല. വൺ ഓഫ് ദയ്ക്ക് ശേഷം നമ്മളൊരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ആ കൗണ്ടബിൾ നൗണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. ഓക്കെ, വൺ ഓഫ് ദിന് ശേഷം നമുക്കൊരു കൗണ്ടബിൾ നൗൺ ആണ് എഴുതേണ്ടതെങ്കിൽ അതിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിരിക്കും ക്രിമിനൽസ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും വൺ ഓഫ് ദ ക്രിമിനൽസ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എന്താണ്? ഐ നോ ഡാഷ് മാൻ ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്.
അപ്പൊ അതാ ഇവിടെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ആണോ ദ ആണോ? അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ നോ ഡാഷ് മാൻ ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക് എന്ന്. അപ്പം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയാം അയാളെ. ആരെയാണ്? ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് വരുത്തിയ ആളെ എനിക്കറിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ എന്തായി മാറി? ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരാളായി മാറി. അപ്പൊ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണിത്, ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ. അപ്പൊ ഇവിടെ എന്ത് വരും? ഐ നോ ദ മാൻ ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.